ദിലീപിനെ വെറുതെ വിട്ട കോടതിക്കെതിരെ സംസാരിക്കുന്ന, കോടതിയെ ആക്ഷേപിക്കുന്ന ഭാഗ്യലക്ഷ്മിമാർ ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇങ്ങനെ തുടരെ തുടരെ ലഭിക്കുന്ന പരോളിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഏറ്റവും വലിയ വൈരുദ്ധ്യം താങ്കൾ പറഞ്ഞതുപോലെ ഭാഗ്യലക്ഷ്മിമാരിങ്ങനെ ചെയ്യുമ്പോൾ ദിലീപിനെ വെറുതെ വിട്ടതിനെ അധിക്ഷേപിക്കാൻ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ ടി പി രമയും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവർ തെറ്റിനോട് പ്രതികരിക്കുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രതികരണം അവരുടെ, അല്ലാതെ കൃത്രിമമായിട്ടുണ്ടാക്കുന്നൊരു പ്രതികരണമല്ല. അപ്പോൾ ഈ ടി പി ചന്ദ്രശേഖരൻ വധത്തിന് പരോൾ കൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഗവൺമെൻറ്റിനറിയാം ഇത് മുഴുവൻ പോക്കൃത്തരാണെന്നും തെറ്റാണെന്നും അത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നറിയാം. പക്ഷേ കണ്ണൂരിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സമ്മതത്തിൻ്റെ പൊളിറ്റിക്സ് അല്ല, ഈ പുരോഗതിയുടെ സിമ്പൽ കാണിച്ചുള്ള പൊളിറ്റിക്സ് അല്ല, മറ്റേത് മസിൽ പവറാണ്. ആ മസിൽ പവറിൻ്റെ ശക്തിയാണ് അവിടെ കാണിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഈ കൂട്ടക്കൊല അത് ഏത് പ്രധാനപ്പെട്ട പാർട്ടികളുടെ പേര് പറയുന്നില്ല, ഒരു ഹോബിയായി. അത് തുടക്കമായിട്ട് എവിടുന്നറിയോ? ആൾക്കൂട്ടം ചേർന്ന് ഒരു ശക്തി കുറഞ്ഞ ദുർബലനായൊരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന, അല്ലെ പക തീരും വരെ കുത്തിയും കുത്തിയും കൊല്ലുന്ന ഒരു കൾച്ചർ ഇവിടെ തുടക്കമിട്ടത് ടി പി ചന്ദ്രശേഖരൻ മതത്തിലാണ്. മെയ് 4 2012 കേരള രാഷ്ട്രീയം കണ്ടതിൽ വെച്ചിട്ട് അതിനിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകം. കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ വെട്ടിക്കൊണ്ടിരുന്നു. അതെ, അത്രയും ബ്രൂട്ടലായ ബാർബറിക്കായ രീതിയിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ, അതും CPM-ൽ നിന്ന് പുറത്തു വന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി തുടങ്ങി ഇവർക്കെതിരെ ഒരു പോരാട്ടം നയിച്ച ഒരാൾ എന്നുള്ളൊരു വൈരാഗ്യമാണല്ലോ. അപ്പോൾ കോടതി തന്നെ പറഞ്ഞത് ഇത് വെറും ഒരു ക്രൈം മാത്രമല്ല, ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഫ്രീഡം ഓഫ് സ്പീച്ചിനെതിരെയുള്ള, എക്സ്പ്രഷനെതിരെയുള്ള ഒരു വൃത്തികെട്ട പരിപാടിയാണ് ഇത് കാണിച്ചത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശരിക്കും അന്വേഷിക്കേണ്ടത്, എത്ര അന്വേഷിച്ചിട്ടും കാര്യമില്ല, അതിൻ്റെ കിട്ടാനും പോകുന്നില്ല. ഇങ്ങനെ ഇയാളെ കൊല്ലണം, ഈ രീതിയിലാണ് ഇയാളെ കൊല്ലേണ്ടത് എന്ന ചിന്ത ആദ്യം ഉദിച്ച ഒരു തലയുണ്ടാവുമല്ലോ, ഒരു വലിയ തലവൻ. ആ തലവൻ ആരാണ് എന്നുള്ളതാണ്. ആ തലവനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളത് അവസാനം അല്ല, അപ്പം അങ്ങനെ ഒരാൾക്ക് തോന്നണമെങ്കിൽ അയാളുടെ മനസ്സ് എന്തുമാത്രം മാലിന്യം നിറഞ്ഞ പൈശാചികമായ ഒരു വൃത്തികെട്ട മനസ്സാണ് എന്നുള്ളതാണ്. അല്ല, ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുക എന്നുള്ളത് ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും രക്തത്തിൽ ഓരോ ജനറ്റിക്കായിട്ടുള്ള ഉണ്ടാവും. CPM കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തത്തിൽ ഉണ്ടാക്കിയ ഒരു മുദ്രാവാക്യമുണ്ട്, ചോരച്ചാലുകൾ നീന്തിക്കിടന്ന. അത് ചോര കണ്ടാലും അറക്കാൻ പാടില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് വളർന്നു വന്ന ഒരു കൂറ്റം ചെറുപ്പക്കാരിൻ്റെ അകത്തുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഒരുപാട് നല്ല സഖാക്കളുണ്ട്, നമ്മളെല്ലാവരെയും അങ്ങനെ അടിച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് നീതി പുലർത്തുന്ന, അല്ലെങ്കിൽ ആ ആശയത്തോട് നീതി പുലർത്തി കാര്യങ്ങൾ അങ്ങനെ ഒരാളായിരുന്നല്ലോ TP. അപ്പോൾ ഈ മുദ്രാവാക്യത്തിൽ ആവേശം കൊണ്ടവരുണ്ടെന്ന്. പിന്നെ രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലി, മലബാറിൻ്റെ കണ്ണൂരിലെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്, നിങ്ങളെ ഒരു കേസിൽ പ്രതിയായിട്ട് കിട്ടിയാൽ, നിങ്ങൾ നല്ല ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനായിരിക്കും, കുറച്ച് സാമ്പത്തികമൊക്കെ ഉണ്ട്, ഒരു പ്രതിയായി കിട്ടിയാൽ നിങ്ങൾക്ക് വേണ്ട മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന പാർട്ടിയാണ്. ജാമ്യം എടുക്കുക, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അരിയും ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക, നിങ്ങളുടെ കോളേജിൽ പഠിക്കേണ്ട പിള്ളേർ ആരെങ്കിലും ഉണ്ട് അവരെ സഹായിക്കുക, അമ്മയെ സഹായിക്കുക, അച്ഛനെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കേസ് ഉള്ളിടത്തോളം കാലം, നിലനിൽക്കുന്നിടത്തോളം കാലം, ഇയാൾ ജയിലിലാണെങ്കിലും പുറത്താണെങ്കിലും പരോളിലാണെങ്കിലും അല്ലെങ്കിലും പാർട്ടിയുടെ അടിമയാണ്. കാരണം ഇയാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ പാർട്ടിയായിട്ട് ആശ്രയിച്ചിരുന്നേ മതിയാവും, അല്ലെങ്കിൽ ശത്രുക്കൾ ഒന്ന് കളയും. അതുകൂടാതെ നിയമം പിടിക്കും, വക്കീലിനൊക്കെ ഏർപ്പാടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് ഒരു അടിമക്കൂട്ടങ്ങളെ ഉണ്ടാക്കുകയും അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ, ഇവിടെ പരോളിൻ്റെ റീസൺ അതാണ്, സംരക്ഷിച്ചില്ലെങ്കിൽ ഇവർ തിരിയും. ഇവർ തിരിഞ്ഞാൽ ഇവർക്ക് സത്യങ്ങൾ പുറത്തു പറയേണ്ടി വരും. അങ്ങനെ സത്യങ്ങൾ പുറത്തു പറയുമ്പോഴാണ് താങ്കൾ പറഞ്ഞ ആ വലിയ തലയിലേക്ക് സത്യം എത്തുന്നത്. ആ തല ആരാണെന്ന് നമുക്ക് അറിയില്ല, ആരാണെന്നറിയത്തില്ല, ആരാണെന്ന് എല്ലാവർക്കും ഊഹിക്കാനേ പറ്റുള്ളൂ, അറിയത്തില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഈ കൊലപാതക ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന കൊലപാതകത്തിൻ്റെ കൾച്ചർ കേരളത്തിൽ വ്യാപകമായിട്ട് പിന്നീട് ഉണ്ടായി. പലയിടത്തും പൂക്കോട് വെറ്ററിനറി കോളേജിലുണ്ടായി. ഒരു കൊച്ചു പയ്യനെ എല്ലാവരും കൂടെ ചുറ്റി നടന്ന് വഹിച്ചു. ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന എവിടെയാണ്? ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന ഒരു രാംനാരായൺ ഗോവിന്ദൻ ഭാഗേലിനെ തല്ലിക്കൊന്നു, എല്ലാവരും കൂടെ കൂട്ടക്കൊല. അതും ഇതുപോലെ തന്നെയാണ്. ആരാ കൊന്നെന്നറിയത്തില്ല. CPM-കാരാണെന്ന് CPM-കാർ പറയും, RSS-കാരാണെന്ന് CPM-കാർ പറയും, CPM-കാരെന്ന് RSS-കാർ പറയും, മുസ്ലിങ്ങളാണെന്ന് BJP-കാർ പറയും. അങ്ങനെ ഓരോരുത്തരെ കാറ്റഗറൈസ് ചെയ്ത് കൊല്ലേണ്ടവനെ കൊല്ലുക, മരിക്കുന്നവൻ പോയി. ഇപ്പോൾ അവന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അവനെ അങ്ങോട്ടുള്ള എല്ലാം കൊടുത്ത് അവൻ്റെ ശവം അങ്ങോട്ട് കൊടുത്തു വിടണം. TP മരിച്ചപ്പോൾ എല്ലാ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് അവിടെ കാണാൻ ചെന്നത് VS അച്യുതാനന്ദനാണ്. ആ അച്യുതാനന്ദൻ്റെ സന്ദർശനമാണ്
കേരളത്തിനൊരു മനസാക്ഷി ഉണ്ടെന്നുള്ള അദ്ദേഹം വിതുമ്പിപ്പോയി. അല്ല ആ കരച്ചിൽ കെ രമയുടെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞ കണ്ണുനീരിന് മുമ്പിൽ അച്യുതാനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ വിതുമ്പിപ്പോയി. ആ വിതുമ്പലാണ് ഇന്ന് CPM-ൻ്റെ അടിത്തറ നഷ്ടപ്പെട്ട്, ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ഏത് പരിസ്ഥിതിയിലും ജയിക്കേണ്ടതാണ്, അടിത്തറ നഷ്ടപ്പെട്ട് ഇന്ന് CPM നിൽക്കാൻ കാരണം അച്യുതാനന്ദൻ്റെ ആ വിതുമ്പലാണ്, രമയുടെ കരച്ചിലാണ്, കണ്ണീരാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലീഡർഷിപ്പാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അത് നേട്ടമായിട്ട് വിചാരിക്കുക. അച്യുതാനന്ദൻ്റെ വധക്കേസിൽ ജയിലിലായിരുന്ന പ്രതികൾക്ക് കല്യാണം ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിലായിരുന്ന പ്രതികളുടെ കല്യാണമൊക്കെ ആഘോഷത്തോടെ നടത്തി കൊടുക്കാമെന്നേ നേതാക്കന്മാർ പങ്കെടുക്കുകയാണ്. പിന്നെയുണ്ട് കാരായിൽ രാജൻ, അങ്ങനെ കുറേ ടീമുണ്ട്. അപ്പോൾ അവർ ജയിലിൽ പോയിട്ടില്ല. അവരൊക്കെ ജയിലിൽ പോകുന്നതിന് മുമ്പ് ഈ കേസ് അവിടെ നിന്നു. ഇവിടെ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട് ആര് വന്നു? രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി. രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ ആര് വഴിയാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടുന്നത്? സുകുമാരൻ നായർ വഴി താക്കോൽ സ്ഥാനം. ഇന്ന് സുകുമാരൻ നായരും പിണറായി ആയിട്ട് ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു. ആലോചിച്ച ഇന്നൊക്കെ ഓരോ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് എന്ത് പോക്കൃത്തരും ആർക്കും ചെയ്യാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നത്. 12 പ്രതികളെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾ മരണപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2025 കുഞ്ഞനന്ദൻ അല്ലേ? കുഞ്ഞനന്ദനല്ല, കൃഷ്ണനാണ്. MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, MK മുഹമ്മദ് ഷാഫി, അണ്ണൻ സുജിത്ത്, K ഷിനോജ്, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, KK കൃഷ്ണൻ, അദ്ദേഹം 2025 മരണപ്പെട്ടു. ജ്യോതി ബാബു, ഇങ്ങനെ പിന്നെ മറ്റൊരാളും കൂടിയുണ്ട്. അങ്ങനെ 12ഓളം പേരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഇതിലിപ്പോൾ TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, K ഷിനോജ്, ഇവർക്ക് 3 പേർക്കും പരോള് ലഭിച്ചിരിക്കുന്നത്. TK രജീഷിന് 2 ദിവസം മുമ്പേ ലഭിച്ചു. KK മുഹമ്മദ് ഷാഫിക്കും K ഷിനോജിനുമാണ് 15 ദിവസത്തെ പരോള് ലഭിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾ പുറത്തു പറയുന്ന റിപ്പോർട്ട് പ്രകാരം TK രജീഷിന് ഇപ്പോൾ ഈ പരോള് ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ആയുർവേദ ചികിത്സയിലേക്കായിരുന്നു. അതിനു മുമ്പ് മറ്റൊരു പരോളിലായിരുന്നു. ഇപ്പം വീണ്ടും പരോള് ലഭിച്ചു. കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഇതിൽ ഇപ്പം ആശങ്ക മാധ്യമ പ്രവർത്തകരടക്കം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് TP വധക്കേസിലെ പ്രതികൾക്ക് മാത്രം ഇങ്ങനെ പരോളുകൾ ലഭിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ചേതോവികാരം എന്താണ്? സത്യം പുറത്തു പറയും എന്നുള്ളതാണോ? 2 കാരണങ്ങൾ താങ്കൾ മെൻഷൻ ചെയ്യാൻ മറന്നുപോയ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ജയിലിൽ നിന്ന് പരോൾ കിട്ടാൻ 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയ നേതൃത്വം, അതായത് ഇപ്പോൾ CPM-ൻ്റെ ലീഡർഷിപ്പ്, ജയിൽ ഉപദേശക സമിതി, അതിൻ്റെ അധ്യക്ഷൻ P ജയരാജനാണ് ഒന്ന്, അവർ തീരുമാനിക്കണം. ഒന്ന് കണ്ണൂരാണെങ്കിൽ. 2 ജയിൽ DIG. ആരാ ജയിൽ DIG? വിനോദ് കുമാർ. കാശ് മേടിച്ചിട്ട് പരോൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, 1 ലക്ഷം 2 ലക്ഷം മേടിച്ചിട്ട്. അപ്പം പാർട്ടിക്കാരിൽ നിന്ന് വരെ കാശ് മേടിക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് ഇപ്പോൾ പരോൾ കിട്ടാൻ വേണ്ടി ഇയാൾ കാശ് മേടിച്ച് കാണും. ഇവരുടെ പരാതിയായിരിക്കും ആർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇയാൾക്കെതിരായിട്ട് ചെറുതായിട്ടൊരു അന്വേഷണമെങ്കിലും നടക്കുന്നത്. വിജിലൻസിൽ നിന്ന് ഇന്നലെ റെയ്ഡൊക്കെ നടന്നത് വീട്ടിൽ. അപ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടെ പരസ്പരം കണക്റ്റഡ്. ഒന്നിനെ കാണാം ഇതൊരു ക്രിമിനൽ സംഘം, അല്ലെ ക്രിമിനൽ നെക്സസ് എന്ന് പറയും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ പരോള് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുലംകുത്തികൾ എന്നും കുലംകുത്തികൾ തന്നെയാണ്, പരോള് കിട്ടിയാലും ഇല്ലെങ്കിലും. അതായത് TP ചന്ദ്രശേഖരൻ ഒരു കുലംകുത്തിയായിരുന്നു. ആരാണത് പറഞ്ഞതുള്ളത്? അത് പിണറായി വിജയൻ തന്നെയാണെന്ന് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു. കുലംകുത്തിയായിരുന്നു. ആ കുലംകുത്തിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകളെ സംരക്ഷിക്കുക തന്നെയാണ് വേണ്ടത്. അത് പാർട്ടിയുടെ ബാധ്യതയാണ്. അത് പൊതുജനത്തിൻ്റെ ബാധ്യതയല്ല. രണ്ടാണ്. പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവരെ ഏത് പാർട്ടി, എല്ലാ പാർട്ടിയും ചെയ്തു. BJP-കാരനും കോൺഗ്രസ്സുകാരനും ഒക്കെ ചെയ്യും. തള്ളിപ്പറയല. മൂർത്തിയുള്ളിടത്തോളം തള്ളിപ്പറയല. എൻ്റെ ഒരു ഏക എക്സ്പ്രഷൻ കിട്ടിയ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സതീശൻ പറഞ്ഞതാണ്. വേറെ എങ്ങുമില്ല. പാർട്ടി തള്ളിപ്പറയൽ. മൂർത്തിയുടെ തള്ളിപ്പറയും. പത്മകുമാറിനെ എപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഇത് ഏറ്റവും പ്രമാദമായ കേസാണ്. പാർട്ടിക്ക് അങ്ങനത്തെ നിലപാട് എടുക്കാൻ പറ്റൂ. അതെ, നാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം അല്ല. പാർട്ടിക്ക് വേണ്ടി അങ്ങനെ ഇടപെടാൻ ആരും വരികയില്ലേ? അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ പാർട്ടിയെ കുറ്റം പറയാൻ പാടില്ല. കാരണം പാർട്ടിക്ക് അത്തരത്തിലുള്ള നിലപാടുകൾ, നമ്മൾ പാർട്ടിക്കൊപ്പമാണ്. പാർട്ടിക്ക് അങ്ങനെയുള്ളൊരു നിലപാടേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. കാരണം അടിത്തട്ടിലുള്ള ആളുകൾ അങ്ങനെ ഒരു എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വികാരങ്ങൾ ഉണ്ടാവുന്നുള്ളൊരു വിഷയമാണ്. അവിടെ പ്രശ്നം അതില്ലേ? അവിടെ പ്രശ്നം വെച്ചാൽ പാർട്ടി സംഘടന എന്നുള്ള സാധനം ഒരു യാന്ത്രികമായ സംവിധാനം. അതിന് വികാരങ്ങളില്ല. അതിന് ഇങ്ങനെ ബസ്സിൻ്റെ ചക്രം ചലിക്കുന്നതിൽ ഉരുണ്ടുരുണ്ട് പോവുക, ലക്ഷ്യസ്ഥാനത്തേക്ക് ഉരുണ്ടു പോകുക എന്നുള്ളത്. അങ്ങനെ ഉരുണ്ടു പോകാനുള്ള ചക്രങ്ങളാണ് ഈ പാർട്ടി അണികൾ. ആ ചക്രത്തിലാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. ആ ചക്രത്തിന് എവിടെയെങ്കിലും വിള്ളലുണ്ടാക്കി കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ആ ചക്രം നന്നാക്കിയെടുക്കും. അതുപോലെ തന്നെ ഒരുത്തൻ സംഘടനത്തിൽ മരിച്ചു പോയ വേറെത്തന്നെ അവിടെ ആ സ്ഥാനത്ത് കൊണ്ടുവരികയാണ്. കണ്ണൂരിൻ്റെ എനിക്കറിയാം, ഏറെക്കുറെ പൊളിറ്റിക്സ് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന എത്രയോ പേര് മാമൻവാസ് എന്നൊക്കെ പറയുന്നവരെ ഒന്നും അല്ലാതെ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് എങ്ങനെയാണോ മാമൻവാസ് മറ്റുള്ളവരെ കൊന്നിരുന്നത് അതേ രീതിയിൽ തന്നെ മാമൻവാസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുടലിൽ കീറിയിട്ടും അതിൻ്റെ അകത്ത് മണ്ണ് വായിടുക.
പാനൂർ ചൊക്കുലിലുണ്ടായിരുന്ന ആളാണ് മാമൻ ബോസ്. പാർട്ടി എന്ന് പറയുന്നത് ഒരു വികാരമാണ്, ഉണ്ടാക്കിയെടുക്കുക. ഒരു അല്ല, ആ വികാരത്തെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല. അത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഉണ്ടാവുന്ന, അവർ ജനിച്ചു വളർന്ന സാഹചര്യം, അവർ കേട്ടു വളർന്ന കാര്യം, അതിലൂടെ രൂപപ്പെടുന്ന ഒരു വലിയൊരു വികാരമാണ് പാർട്ടി വികാരം എന്ന് പറയുന്നത്. അതിനൊരിക്കലും അധിക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ പാർട്ടിയെ തന്നെ നശിപ്പിക്കുന്ന പ്രവണതകൾ ഉണ്ടായാൽ എന്ത് ചെയ്യുന്നുള്ളതാണ്. അത് ഇവിടുത്തെ പ്രശ്നം. പാർട്ടിയുടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് TP ചന്ദ്രശേഖരൻ്റെ വധം കഴിഞ്ഞത് പിന്നെ മലബാറിൽ, വടക്കൻ മലബാറിൽ വടകരയോട് ചേർന്ന് കിടക്കുന്ന നിയോജക മണ്ഡലങ്ങളിലെല്ലാം അസംബ്ലി, പാർലമെൻറ്റ്, ഈവൻ ലാസ്റ്റ് ഇലക്ഷന് വരെ CPM പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ തിരിച്ചടി കിട്ടി, വോട്ട് കുറഞ്ഞു. അപ്പോൾ ഈ വികാരം അനുകൂലിക്കുന്നവരും TP ചന്ദ്രശേഖരനെ കൊന്നത് ശരിയാണെന്നും പറയുന്ന ഒത്തിരി പേരുണ്ടായിരുന്നെങ്കിൽ പാർട്ടി അണികൾക്ക് തന്നെ അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ഈ പിന്നെ കുടത്തിൽ നിന്ന് ഭൂതത്തെ തുറന്നിട്ട് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സംഘടനാ സംവിധാനം വളർത്തിയെടുത്തു, മസിൽ പവറിൻ്റെ സംഘടനാ സംവിധാനം. ആ സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഇന്ന് പാർട്ടി അവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടിയുടെ തകർച്ചയ്ക്കും ആ സംഘടനാ സംവിധാനം കാരണമാണ്. ഭയപ്പെടുത്തി പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അധികം നാളെ പറ്റില്ല, എങ്ങും പറ്റില്ല, ലോകത്തെങ്ങും പറ്റില്ല. ഇവിടെ സംഭവിച്ചതാണ്. ഇവിടെ പുതിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ കോൺഗ്രസ് ജയിക്കും, UDF ജയിക്കും. ഇപ്പോഴത്തെ ജയത്തിൽ അഹങ്കരിക്കുന്ന കോൺഗ്രസ് മനസ്സിലാക്കാത്തൊരു കാര്യം, CPMലൊരു ലീഡർഷിപ്പ് വന്നൊരു സിവിലൈസ്ഡ് ലീഡർഷിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായാൽ, ഞാൻ ബാർബേറിയൻ ലീഡർഷിപ്പ് ആൻഡ് സിവിലൈസ്ഡ് ലീഡർഷിപ്പ് എപ്പോൾ CPMന് കേരളത്തിൽ ഉണ്ടാകുന്നു അന്ന് ഇവരുടെ സ്വപ്നം, UDFൻ്റെ സ്വപ്നം വെള്ളത്തിലാവും. അതിനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു പലയിടത്തും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അതിൻ്റെ അകത്ത് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. അവർ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പം ഇതിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആരാണ് തലവൻ, ഇതിന് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് ആരാണ്? അയാളെ വെറുതെ വിട്ടു എന്നാണ് പലരും പറയുന്നത്. കോടതി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിട്ടും ദിലീപിനെ വെറുതെ വിട്ടതിൽ അയാളുടെ സിനിമകൾ ബഹിഷ്കരിക്കുന്നു, മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നു. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പാവപ്പെട്ടൊരു മനുഷ്യനെ നിഷ്ഠൂരമായി വെട്ടിക്കൊന്ന, ആ കൊല്ലാൻ ഉപദേശിച്ച രാഷ്ട്രീയ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു കൊലപാതകം. അതിന് പിന്നിൽ ആരാണ് എന്ന് അറിയാൻ ഈ ദിലീപിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് ഒരു മനസ്സുണ്ടാവുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. അത് ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് പത്രം വായിച്ചിട്ട് ആദ്യം നോക്കും, ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ, നമ്മുടെ സ്വന്തക്കാരെങ്കിലും ഉണ്ടോ, വീട്ടുകാരെങ്കിലും. നമ്മുടെയൊക്കെ മനസ്സങ്ങനെയാണ്. നമ്മളുമായിട്ട് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും, അല്ലേ? അതെ. മറിച്ച് അല്ലാത്തവർ ആളെ കിടക്കുന്നവരാണെങ്കിലോ, അതാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ. ആ വാക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ മാറും, അവനെ രക്ഷിക്കാൻ നോക്കും, എല്ലാം നോക്കും. ഏറ്റവും നല്ല സുഹൃത്താരെന്നുള്ള OV വിജയൻ്റെ ഒരു വലിയ കമൻ്റുണ്ട്. ഒരാളെ കുത്തിക്കൊന്നിട്ട് പാതിരാത്രിയിൽ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് പറയുക, എൻ്റെ ഒരു സുഹൃത്താണ്, കുത്തിക്കൊന്നിരിക്കുന്ന കൊലയാളി എൻ്റെ സുഹൃത്താണ്, എൻ്റെ വീട്ടിൽ കയറിയപ്പോൾ ഞാനിങ്ങനെ ഒരാളെ കൊന്നിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ അവനെ മുറിയിലേക്ക് കയറ്റി കഥ കടച്ച് അവനെ സംരക്ഷിക്കും, മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിക്കാൻ നോക്കുന്ന ഞാൻ ആണ് അവൻ്റെ സുഹൃത്ത്. ശരിക്കും അങ്ങനെ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ധാർമ്മികമായിട്ട് ബാധ്യസ്ഥനാണ്. അവൻ തെറ്റ് ചെയ്താലും പോക്കൃത്തരം ചെയ്താലും ആദ്യത്തെ ഘട്ടത്തിൽ അവനെ രക്ഷിക്കുക എന്നുള്ള സത്യം അറിയുന്നവരെ അവനെ രക്ഷിക്കുക എന്നുള്ള എൻ്റെ ബാധ്യതയാണ്. അതുതന്നെയാണ് പാർട്ടി ആദ്യം ചെയ്തത്. പാർട്ടിക്ക് പക്ഷേ ഈ കേഡേഴ്സിനെ തുടർച്ചയായിട്ട് കിട്ടണം. 10 സ്ഥലത്ത് ഇങ്ങനെ കേഡേഴ്സ് തള്ളപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് പോയി ജയിലിൽ കിടക്കുകയാണെങ്കിൽ പിന്നെ ആര് കിട്ടും അവർക്ക് കേഡേഴ്സായിട്ട്? ജയിൽ ജീവിതം സുഖമാണല്ലേ? ജയിൽ ജീവിതം സുഖം തന്നെ, സ്വാധീനം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവിടുത്തെ കല്ലിയമക്കും പാറയമക്കും ഒക്കെ വേണ്ടി വരും. പക്ഷേ ഈ ഇത്തരം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരോള് പൊതുജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താ? പൊതുജനങ്ങൾക്ക് നൽകുന്ന സന്തോഷം മാത്രമല്ല, അതായത് ആയുർവേദ ചികിത്സയ്ക്ക് പോകുന്നു, പിന്നെ മറ്റു പല കാര്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പം ജയിൽ ജീവിതം സുഖമാണ്, ജയിൽ ശിക്ഷ ആനന്ദകരമാണ്. ആലോചിച്ചു, ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങി വന്നാൽ ആദ്യം സൂക്ഷിക്കേണ്ടത് ഇവർക്കെതിരായി സാക്ഷി പറഞ്ഞ അവരുടെ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമുണ്ട്. ഇവർക്കെതിരെ ഇവർക്കെതിരെ സാക്ഷി, ഇവരെ ശിക്ഷിക്കുന്നതിന് കാരണമായ സാക്ഷി കോടതിയിൽ പറഞ്ഞവരുണ്ട്. അവരുടെ സ്ഥിതി ആലോചിക്കേണ്ടത് തന്നെ. പണ്ടാണ് ഇവരെ സംരക്ഷിക്കാൻ സുധാകരനെ പോലൊരു നേതാവ് ഉണ്ടായിരുന്നു. ഇനി കണ്ണൂർ അങ്ങനെ ഒരു നേതാവ് കോൺഗ്രസിനുണ്ടോ എന്ന് പോലും അറിയത്തില്ല. മുസ്ലിം ലീഗിൻ്റെ വെളുത്ത് മാത്രമേ ഇപ്പോൾ കളി കളിക്കുന്നത്. അത് തീർന്നു. പക്ഷേ ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ അടുത്ത ടൈം ആരാ അധികാരത്തിൽ വരുന്നത്, വന്നാൽ CPM ആണ് വരുന്നതെങ്കിൽ പിണറായി ആയിരിക്കും, മറ്റൊരാളായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് പരോളിന് ഇപ്പം തന്നെ ഉടനെ ഉള്ള നേരത്തെ പരോള് പിന്നെ കൊടുക്കുന്നതിൻ്റെ കാരണം, നാളെ കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ചിലപ്പോൾ ഈ പരോള് കിട്ടിയില്ലെന്ന് വരും. അതുകൊണ്ട് ഇപ്പോൾ മാക്സിമം ഇവരെ സൂപ്പിച്ച് നിർത്തുക എന്നുള്ള ചടങ്ങിൻ്റെ ഭാഗം കൂടിയാണ് ഈ പരോള്. ഈ പരോള് കിട്ടുന്നുള്ളൊരു ഗുണം, ഇനി വേണമെങ്കിൽ അത് കുറച്ചുകൂടെ അടുത്ത 3ാമത്തെ ടൈമിൽ വേണമെങ്കിൽ അത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വീട്ടുതടങ്കൽ എന്നൊരു വാക്കുണ്ട്, വീട്ടുതടങ്കൽ. ജയിലിന് പകരം പരോള് കൊടുക്കുന്ന വീട്ടുതടങ്കലിലാക്കാം.
സ്വന്തം വീട്ടിൽ താമസിക്കാം, ഇഷ്ടമുള്ളപ്പോൾ ചില ഇഷ്ടമുള്ളപ്പോൾ പോയി വരാം. ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ ഒന്ന് അറ്റൻഡൻസ് വെച്ചാൽ മതി. എവിടെയാണ് അതെ, മെയിൻ ജയിലിൽ ഒരു ഏതെങ്കിലും അതുവരെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ബാക്കി കാര്യപരിപാടികളൊക്കെ നടത്താം. അതാണ് വീട്ടു തലങ്ങളിലേക്ക് വലിയ വലിയ ആൾക്കാർക്ക് കൊടുക്കുന്ന ഇതാണ്. ആ പരിധി വിട്ട് പുറത്ത് പോകാൻ പാടില്ല എന്നുള്ള ചില നിയമങ്ങൾ, അത് ഇന്നത്തെ പോലീസും നമ്മുടെ പോലീസ് എല്ലാം എന്തും ആകാം. ആ സിറ്റുവേഷനിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം കുറ്റവാളികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലേക്ക് മാറുമോ എന്നുള്ളതാണ് ഞാൻ